നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളാണ് ദിയ കൃഷ്ണ. കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു ദിയ കൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞത്. തന്റെ ദീർഘനാളത്തെ സുഹൃത്തും തമിഴ്നാട് സ്വദേശി കൂടിയായ അശ്വിൻ ഗണേഷിനെയായിരുന്നു ദിയ വിവാഹം കഴിച്ചത്. ഇരുവരും വിവാഹത്തിന് ശേഷം സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു. ഇപ്പോൾ ഇതാ ഇരുവരും ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ 4 മാസം ഗർഭിണിയാണ് ദിയ. ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് താരദമ്പതികൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറും. ദിയയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും കാത്തിരിക്കുകയാണ് താരത്തിന്റെ ആരാധകരെല്ലാവരും. സിനിമയിലൊന്നും ഇതുവരെയായിട്ടും അഭിനയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും താരപുത്രി സോഷ്യൽ മീഡിയയിലൂടെയാണ് ശ്രദ്ധ നേടിയത്. ഇപ്പോൾ ഇതാ ദിയ തന്റെ ഗർഭകാലത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ്. ഇപ്പോൾ ദിയയുടെ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത്. ആദ്യത്തെ 3 മാസം വലിയ ക്ഷീണമുണ്ടായിരുന്നു, തളർച്ചയൊക്കെ തോന്നിയിരുന്നു, ഒരുപാട് കഷ്ടപ്പെട്ടു. എന്നാൽ ഇപ്പോൾ എല്ലാം ഓക്കെ ആയി. ക്ഷീണവും ഛർദിയുമൊക്കെ ഒന്ന് കുറഞ്ഞ രീതിയിലായിട്ടുണ്ട്. കുഞ്ഞിന് പേരൊക്കെ കണ്ടുവച്ചോ എന്നുള്ള ചോദ്യത്തിനും ദിയ കൃഷ്ണ മറുപടി നൽകി. ദിയയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കുഞ്ഞിനെ പേരിടേണ്ട എനിക്ക് വലിയ ഉത്കണ്ഠയില്ല. എൻ്റെ അമ്മയാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഒട്ടുമിക്ക പേർക്കും പേരിടാറ്, പ്രത്യേകിച്ച് പുതുതായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്. എനിക്കും എൻ്റെ ചേച്ചിക്കും അനിയത്തിമാർക്കൊക്കെ പേരിട്ടത് എൻ്റെ അമ്മ തന്നെയാണ്. ഞാൻ അമ്മയ്ക്ക് കൊടുത്തിരിക്കുകയാണ് എൻ്റെ കുഞ്ഞിന് പേരിടാനുള്ള അവകാശവും. എൻ്റെ അമ്മയ്ക്ക് കൊടുത്തത് കൊണ്ട് തന്നെ എനിക്ക് ആ കാര്യത്തിൽ മാത്രം ഒരു ടെൻഷനുമില്ല. അമ്മ അത് ഗംഭീരമായി തന്നെ നിർവഹിക്കും എന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. എനിക്ക് മാത്രമല്ല, അശ്വിനും അങ്ങനെ തന്നെയാണ്. സംസ്കൃത രീതിയിലുള്ള പേരുകളാണ് അമ്മ കൂടുതലായിട്ടും കണ്ടെത്താറ്. എൻ്റെ കുഞ്ഞിനും അങ്ങനെ സംസ്കൃത രീതിയിലുള്ള പേരായിരിക്കും അമ്മ കണ്ടെത്തുക എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. എന്തായാലും ഇപ്പോൾ തന്നെ അമ്മ ഒരുപാട് പേരുകൾ കണ്ടുവച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം കേട്ട് തന്നെ അറിയാം. തൊട്ടു പിന്നാലെ നിരവധി പേരാണ് അശ്വിൻ ഗണേഷിനും ദിയ കൃഷ്ണയ്ക്കും ആശംസകൾ അറിയിച്ചും എത്തിയത്. എന്നാൽ എന്തിനും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ചിലരുണ്ട്. അവർ കമന്റുമായിട്ട് എത്തിയിട്ടുണ്ട്. ദിയ കൃഷ്ണയുടെ കുഞ്ഞിന് പേരിടുന്ന സമയത്ത് അശ്വിന്റെ വീട്ടുകാരുടെ നിർദ്ദേശങ്ങൾ കൂടെ പേരിടുമ്പോൾ അംഗീകരിക്കണമെന്ന് ആരാധകർ ഇപ്പോൾ കമന്റ് ബോക്സിലൂടെ കുറിക്കുകയാണ്. എന്നാൽ അശ്വിന്റെ അമ്മയായ മീനമ്മയുമായിട്ട് വളരെ അടുത്ത സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു മരുമകൾ തന്നെയാണ് ദിയ കൃഷ്ണ. അതുകൊണ്ട് തന്നെ സിന്ധു കൃഷ്ണയ്ക്ക് കുറച്ചുകൂടെ നന്നായിട്ട് കുഞ്ഞുങ്ങൾക്ക് പേരിടാൻ അറിയാം. അതുകൊണ്ട് തന്നെ ആ പേരിടൽ ചടങ്ങ് മാത്രം അമ്മയ്ക്ക് വിട്ടുകൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്നും ആരാധകർ തിരിച്ചും പറയുകയാണ്. എന്തൊക്കെയായാലും ദിയ കൃഷ്ണയുടെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളാണ് ദിയ കൃഷ്ണ. ചേച്ചി അഹാന കൃഷ്ണയ്ക്ക് മുൻപ് തന്നെ ദിയ കൃഷ്ണ വിവാഹിതയാവുകയായിരുന്നു. കുടുംബജീവിതത്തിനോട് വലിയ താല്പര്യമായിരുന്നു ദിയയ്ക്ക്. താൻ ഒരുപാട് നാളായി സ്നേഹിച്ച പുരുഷനെ തന്നെയാണ് ദിയ കൃഷ്ണ സ്വന്തമാക്കിയതും. അശ്വിനെയും ദിയയെയും നിങ്ങൾക്ക് ഇഷ്ടമാണോ? അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്.